ഓക്കെ ഗായ്സ്, സോ ഞാൻ പുതിയ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോർച്യൂണർ ലെജൻഡർ. ഞാൻ ഫോർച്യൂണർ ഓടിച്ച് മടുത്തു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഫോർച്യൂണർ ലെജൻഡർ എടുത്തത്. ഗൈസ്, ഇന്ന് നമുക്കൊരു മിഷനുണ്ട്. അത് വേറൊന്നുമല്ല, പുതുതായിട്ട് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അത് കാരണം നമുക്കിവിടെ ഒന്നും സ്റ്റീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ലെമാർ എനിക്കൊരു പെർഫ്യൂം പോലത്തെ എന്തോ സംഭവം തന്നിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് ആ ഗ്യാസ് തുറന്നു വിട്ടാൽ എല്ലാവരും സ്റ്റക്കാവും ഗൈസ്. അതാണ് എൻ്റെ പ്രത്യേകത. കേട്ടപ്പം മണ്ടത്തരമായിട്ട് തോന്നി, ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൈസ് അത് ശരിക്കും ഉപയോഗപ്രദമാണെന്ന്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, പോലീസ് സ്റ്റേഷൻ വരെ പോകാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് മാസ്ക് ഇടട്ടെ. നമുക്ക് ഫസ്റ്റ് മാസ്ക് ഇടാം ഗൈസ്. പിന്നെ നമുക്ക് ലുക്കൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ലുക്ക് മാറ്റാൻ വേറെ ഒന്നുമില്ല, പാടൊന്നുമില്ല. ഇത് എൻ്റെ വിഗ്ഗാണ്. സോ ഈ വിഗ്ഗ് ഊരിയാൽ മതി. ഇത് ഞാൻ ആളറിയാതിരിക്കാനാണ് വച്ചിരിക്കുന്നത് ഗൈസ്. ഞാൻ എങ്ങനെ വിഗ്ഗൊക്കെ ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാം ഗൈസ്. പോലീസുകാരെ കൊണ്ട് ഒട്ടും വയ്യാതായിരിക്കുകയാണ്. നമ്മൾ ഈ ഇടയ്ക്കൊരു മിഷനൊക്കെ ചെയ്ത് പിടിക്കപ്പെട്ടു. അത് ചെറിയൊരു മിഷനായിരുന്നു ഗൈസ്. അതുകൊണ്ട് പക്ഷേ അത് പോലീസ് നമ്മളെ കറക്റ്റായിട്ട് ചേസ് ചെയ്ത് പിടിച്ചു. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകാം. ആ ഗ്യാസ് പക്ഷേ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഗൈസ്. കാരണം അത് പോലീസുകാരറിയാതെ വേണം തുറന്നു വിടാൻ. അത് നമുക്ക് പരാതി കൊടുക്കാൻ പോകുന്നത് പോലെ പോവാം. ഞാനങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് വണ്ടി നൈസായിട്ട് പാർക്ക് ചെയ്യാം, കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അകത്തേക്ക് പോവാം. സാറേ, ഞാനിവിടെ ഒരു പരാതി തരാൻ വന്നതാ. നീ എന്തിനാടാ മാസ്ക് വെച്ചിരിക്കുന്നത്? സാർ, അത് എനിക്ക് ഭയങ്കര അലർജിയാണ്. എനിക്ക് ഒരു അസുഖമുണ്ട്. അത് ആർക്കും പകരാതിരിക്കാനാണ് ഞാൻ മാസ്ക് വെച്ചിട്ടുള്ളത്. പരാതി അത് പറ. സാറേ, ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് നൈസായിട്ട് ആ സാധനം. ഓക്കെ ഗൈസ്, അപ്പം ഞാനത് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാം സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, എല്ലാവരുടെ ദേഹത്തും അങ്ങ് സ്റ്റിക്കി ബോംബ് ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എല്ലാവരും നേരെ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ജയിലിൻ്റെ അകത്ത് ഇരിക്കുന്ന ആളെ ശ്രദ്ധിച്ച് നോക്കി ഗൈസ്. അത് നമ്മുടെ ലെമാറാണ്. ലെമാർ ഒരു മിഷൻ ചെയ്ത് പിടിയിലാണ്. അപ്പം നമുക്ക് ലെമാറിനെ രക്ഷിക്കാം. ലെമാർക്ക് ആദ്യം കണ്ടപ്പം നമ്മളെ മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, അതങ്ങ് ആക്ടിവേറ്റ് ചെയ്യാം. സ്റ്റിക്കി ബോംബ് 3, 2, 1. എല്ലാ പോലീസുകാരും തീർന്നിരിക്കുന്നു. ഇനി പോലീസുകാരെ ഒരു ശല്യവും കാണില്ല. നമുക്കിനി പെട്ടെന്ന് ലെമാറിനെ പോയി രക്ഷിക്കാം ഗൈസ്. ഇവിടെ ജയിലിൽ കയറുന്ന ഒരു കോഡുണ്ടായിരുന്നു. ഇവിടെ വഴി മാത്രമേ നമുക്ക് ജയിലിൽ കയറാൻ പറ്റൂ ഗൈസ്. ലെമാറെ, എങ്ങനെയാടാ നിന്നെ ഇവിടെ പോലീസുകാർ പിടിച്ചത്? അത് ഞാനൊരു മിഷൻ ചെയ്തതാ. ഒരു വീട്ടിലൊരു ഗോൾഡ് ചെയിൻ അടിച്ചു മാറ്റാൻ കയറി. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, പോലീസുകാർ എന്നെ പിടിച്ചു. പിന്നെ ഇവിടെ CCTV ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ നേരത്തെ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ ഗൈസ്, ഞാൻ ലെമാറിനെ നൈസായിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറെ പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം ഗൈസ്. പിന്നെ നമ്മൾ എന്തായാലും പോവുകയാണ്. എനിക്ക് ഈ ഫോർച്യൂണർ വണ്ടിയുടെ കളറ് മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ കളറ് മാറ്റുന്ന ആ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൂടെ ഒന്ന് കയറാം. ഈ ഒരു ഓറഞ്ച് ബിൽഡിങ്ങാണ് നമ്മുടെ കട. എൻ്റെ താല്പര്യം ബ്ലാക്കാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇയാളടുത്ത് സംസാരിച്ചു. ഇയാൾ പറയുന്നത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി പോകാൻ വണ്ടിയൊന്നുമില്ല, കുഴപ്പമില്ല, നമുക്ക് നടന്നെങ്കിലും പോവാം. 6 മണിക്കൂർ കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത്. എൻ്റെ വണ്ടി ഇവിടെ റെഡിയാണ്. നല്ല ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഗൈസ് വണ്ടി കാണാൻ ലുക്കായത്. അപ്പോൾ നമുക്ക് ഇതെടുത്തുകൊണ്ട് വീട്ടിൽ പോവാം ഗൈസ്. നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിരിക്കുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നു ഗൈസ്. ഇതാരും എൻ്റെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടത് ഞാൻ തന്നെ സ്വിച്ച് ഇട്ടിട്ട് പോയതാണ്. നമുക്കിനി കിടന്ന് ഉറങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ് ചെയ്യുക ഗൈസ്. നമ്മൾ റൂട്ട് ടു 150 സബ്സ്ക്രൈബേഴ്സാണ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.